വെൽക്കം ബാക്ക് ടു ഐഷസ് അക്കാഡമി. എസ് ഫോർ എംകോമിന്റെ മാനേജ്മെന്റ് ഒപ്റ്റിമൈസേഷൻ ടെക്നിക്കിൽ നമ്മൾ എസ് എക്ക് വരുന്ന കുറച്ച് പോർഷൻസ് ആണ്, അല്ലെങ്കിൽ എസ് എക്ക് നമ്മൾ പ്രതീക്ഷിക്കുന്ന ചില ഏരിയാസ് ആണ് പറയുന്നത്. അപ്പൊ എസ് എക്ക് കോമൺ ആയിട്ട് നമുക്ക് കൂടുതലും പ്രോബ്ലവും പിന്നെ തിയറിയും ഉണ്ട്. അപ്പൊ കഴിഞ്ഞ വർഷമൊക്കെ വന്നിട്ട് 3 പ്രോബ്ലം 1 തിയറി ആ ഒരു രീതിയിലൊക്കെയാണ് ചോദിച്ചു കണ്ടിട്ടുള്ളത്. അല്ലെങ്കിൽ ഈക്വലി ഓപ്ഷൻസ് ഉണ്ടായിരിക്കുമല്ലോ. അപ്പോൾ നമുക്ക് ഏതൊക്കെയാണ് ചോദിക്കാൻ സാധ്യതയുള്ളത് എന്നുള്ളത് നോക്കാം. ഫസ്റ്റ് നമ്മൾ ഷുവർ ആയിട്ട് പ്രതീക്ഷിക്കുന്ന അസൈൻമെന്റ് പ്രോബ്ലം നമ്മൾ ഒരു എസ് സിക്ക് പ്രതീക്ഷിക്കുന്നുണ്ട്. അസൈൻമെന്റ് പ്രോബ്ലം അല്ലെങ്കിൽ ട്രാൻസ്പോർട്ടേഷൻ. അപ്പൊ ഇതിലെ രണ്ടിന്റെയും ബേസിക് ആയിട്ടുള്ള, ഇപ്പൊ ചിലർക്ക് അസൈൻമെന്റ് പ്രോബ്ലം ആയിരിക്കും ഈസി ആയിട്ടുള്ളത്, ചിലർക്ക് ട്രാൻസ്പോർട്ടേഷൻ ആയിരിക്കും. അപ്പൊ ഇതിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു പ്രോബ്ലം ഷുവർ ആയിട്ട് നോക്കി വെക്കുക. അസൈൻമെന്റിലും വേറെ ഒരു പ്രോബ്ലം നോക്കിയില്ലെങ്കിൽ നിങ്ങൾ അസൈൻമെന്റിന്റെ അല്ലെങ്കിൽ ട്രാൻസ്പോർട്ടേഷന്റെ രണ്ടും നോക്കി വെക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത്രയും നല്ലതാണ്, നിങ്ങൾ അത്രയും സേഫ് ആണെന്നുള്ളതാണ് കേട്ടോ. സോ 5 മാർക്സിന് നമ്മൾ അത് പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ പോലും എസ് എക്കാണ് അതിന് വളരെയധികം ചാൻസ് കൂടുതലുള്ളത്. പിന്നെ നെറ്റ്വർക്ക് അനാലിസിസ് പ്രോബ്ലവും എസ് എക്ക് ചോദിക്കുന്നുണ്ട്. അപ്പൊ അസൈൻമെന്റ്, ട്രാൻസ്പോർട്ടേഷൻ, നെറ്റ്വർക്ക് അനാലിസിസ്, ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലവും ചോദിക്കുന്നുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നു ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലത്തെക്കാളും കുറച്ചും കൂടെ ഈസി എന്ന് പറയുന്നത് അസൈൻമെന്റ് അല്ലെങ്കിൽ ട്രാൻസ്പോർട്ടേഷൻ. മറ്റേ ലീനിയർ പ്രോഗ്രാമിംഗ് ഒക്കെ നമ്മൾ ക്വസ്റ്റ്യൻ ഒക്കെ വായിച്ചെടുത്ത് ചെയ്യുമ്പോഴത്തേക്കും പെട്ടെന്ന് ക്വസ്റ്റ്യൻ കാണുമ്പോൾ നമ്മളൊന്ന് ടെൻസ്ഡ് ആവാനുള്ള ടെൻഡൻസി. അപ്പൊ അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇപ്പൊ ഈസി ആയിട്ടുള്ള ഒരു ഓപ്ഷൻ ആണ് ഞാൻ പറയുന്നത്. നിങ്ങൾ അസൈൻമെന്റ് പ്രോബ്ലം അല്ലെങ്കിൽ ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം നോക്കി വയ്ക്കുക. പിന്നെ കുറച്ച് തിയറീസ്, നമുക്ക് തിയറി ക്വസ്റ്റ്യൻ എന്തായാലും നമുക്ക് ഷുവർലി ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ചിലപ്പോൾ ഇത്തവണ ചിലപ്പോൾ 2 ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കാം, നമുക്ക് അങ്ങനെ പ്രതീക്ഷിക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് തിയറിയും കൂടെ പഠിച്ചിട്ട് പോകണം. എസ് അറ്റൻഡ് ചെയ്യാൻ നിങ്ങൾ തിയറിയും കൂടെ നോക്കുക. ഓപ്പറേഷൻ റിസർച്ച് ആൻഡ് ടെക്നിക്സ് ഓഫ് ഓപ്പറേഷൻ റിസർച്ച് എന്ന് പറയുന്ന ഒരു തിയറി ഏരിയ നന്നായിട്ടൊന്ന് നോക്കിയിട്ട് പോവാം. എന്താണ് ഓപ്പറേഷൻ റിസർച്ച് എന്നുള്ള അതിന്റെ ടെക്നിക്സ്, അതിന്റെ ഫീച്ചേഴ്സ്, അങ്ങനെ ഒരു എസ് എ വരുമ്പോഴത്തേക്ക് നമുക്ക് എഴുതാൻ വേണ്ടിയിട്ട് ഓപ്പറേഷൻ റിസർച്ച് എന്നുള്ള ബേസിക് ഏരിയ എന്നുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ നന്നായിട്ട് നോക്കിയിട്ട് പോവുക. അത് ഷുവറായിട്ട് നിങ്ങൾക്ക് കിട്ടും. അടുത്ത് പറയുന്നു ആപ്ലിക്കേഷൻ ഓഫ് ഓപ്പറേഷൻ റിസർച്ച് ഇൻ ബിസിനസ്. ഈ ഓപ്പറേഷൻ റിസർച്ച് ചെയ്യുന്നത് ക്വസ്റ്റ്യൻ 2 രീതിയിൽ വരാം. ഒന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓപ്പറേഷൻ റിസർച്ചിന്റെ മീനിങ്, പിന്നെ എന്താണ് അതിന്റെ ടെക്നിക്സ്, അങ്ങനത്തെ കാര്യങ്ങൾ. അടുത്ത സെക്കൻഡ് ആ ക്വസ്റ്റ്യൻ തന്നെ വേറെ രീതിയിൽ വരാം. ഈ ഓപ്പറേഷൻ റിസർച്ചിന്റെ ആപ്ലിക്കേഷൻ ഇൻ ബിസിനസ് സെക്ടർ അതെങ്ങനെയാണെന്നുള്ളത്. അങ്ങനെ ചോദിക്കുമ്പോഴും നമ്മൾ എന്താണ് അതിന്റെ മീനിങ്, അതിന്റെ ഫീച്ചേഴ്സും പിന്നെ എന്താണ് ടെക്നിക്സ്, ആപ്ലിക്കബിലിറ്റി തന്നെയാണ് എഴുതേണ്ടത്. അപ്പോൾ ഓപ്പറേഷൻ റിസർച്ച് ഷുവർ ആയിട്ട് നോക്കിയിട്ട് പോവാ. തിയറി ഭാഗത്ത് നിങ്ങൾക്ക് അതിനകത്തുനിന്ന് ഒരു എസ്സേ വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അടുത്ത് പറയുന്നത് എക്സ്പെക്റ്റഡ് മോണിറ്ററി വാല്യൂ കമ്പ്യൂട്ടേഷൻ, അതായത് EMV കമ്പ്യൂട്ടേഷൻ എന്നുള്ള ഒരു പ്രോബ്ലം നമുക്ക് എസ് എക്ക് പ്രതീക്ഷിക്കാം കേട്ടോ. അപ്പൊ അതിനൊരു പ്രോബ്ലം നോക്കി വെച്ചേക്കുക. അതുപോലെ തന്നെ EMV സ്റ്റെപ്സ് ഇൻ ഡിസിഷൻ മേക്കിംഗ്. അപ്പൊ EMVയുടെ ഡിസിഷൻ മേക്കിംഗ് സ്റ്റെപ്സ് ഒക്കെ എന്ത് ചെയ്യാൻ പറ്റും, തിയറി ഭാഗത്തുനിന്ന് തിയറി ആയിട്ട് നമുക്ക് അത് ചോദിക്കാൻ സാധ്യതയുള്ള, എസ് എക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ഏരിയ ആണ്. അപ്പോൾ ഇത്രയും പോർഷൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോർഷൻസ് ആണ്. അപ്പൊ ഇത് നിങ്ങൾ ഇതുവരെ നോക്കിയില്ലെങ്കിൽ ഇന്ന് തന്നെ അത് നോക്കി അത് നന്നായിട്ട് പഠിക്കുക. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്.